അപ്പോൾ മീൻ്റെ പണിക്കെല്ലാം പോയി വന്നത് ആ പൂച്ചൻ്റെ താറാവിൻ്റെ ഒക്കെ വയറൊക്കെ നിറഞ്ഞു. കൂട്ടത്തിൽ ഞങ്ങൾക്കും കിട്ടിയ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ ഒന്ന് പുറത്തേക്കൊന്ന് വിടാമെന്ന് കരുതി നോക്കുമ്പോൾ നല്ല മഴയാണ്. അപ്പോൾ വിട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് മേലത്തെ നമ്മളെ അയൽവാസീൻ്റെ ഒരു പൂവൻ കോഴിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിയ സഖി ഈ കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് കുറേ ടൈമായി. പക്ഷേങ്കിൽ മഴയായതുകൊണ്ടാണ് ഞാൻ വിടാൻ. പക്ഷെ അത് ഞാൻ വിചാരിച്ചു മഴ പെയ്യുമ്പോഴും അത് മേലെ തിരിച്ചു പോകുന്നത് വിചാരിച്ചേ. പക്ഷെ അത് തിരിച്ചു പോയിട്ടില്ല കേട്ടോ. പാവം അതിപ്പോൾ അത് അവിടെ തന്നെ നിൽക്കുന്ന മഴയും കൊണ്ട് എന്താ ചെയ്യാൻ. മഴയില്ലാത്തടത്തൊന്നും നിന്നിട്ടുണ്ടെങ്കിലേനും മഴക്കത്ത് നിന്നിട്ട് പാവം നല്ല മഷാല നല്ല പൂവൻ കൊയ്യ, നല്ല അനുസരണ പൂവൻ കൊയ്യാന്ന് കേട്ടോ. മഴക്കത്തൊന്നും നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്തെടുക്കൂലായിരുന്നു പാവം. അവരെല്ലാം പിന്നെ കൂട്ടിലാണ് ഉള്ളേ. അതിൻ്റെ പ്രിയ സഖി കൂട്ടിനുള്ളിലാണ് ഉള്ളതാ. അപ്പോൾ അതിനെ ഒന്ന് മഴ ചോർന്നിട്ട് നമുക്ക് വിട്ടു കൊടുക്കണം. എന്നാൽ മഴക്കത്തൊന്നും അങ്ങ് കയറി നിന്നില്ലെങ്കിൽ ഷീറ്റ് കെട്ടിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ലേനും പാവം. ഇതാ പറഞ്ഞ മനുഷ്യന്മാരൊക്കെയാണ് സ്നേഹം. മൃഗങ്ങൾ അവരുടെ ഇതാണ് കണ്ടാ, നല്ലൊരു സ്നേഹം കണ്ടേ. ആ മഴക്കത്ത് ഇങ്ങനെ നിന്നിട്ട് മഴ കൊള്ളേണ്ട ആവശ്യമുണ്ടാ? കയറി നിന്നൂടെ പാവത്തിന്? എന്താ ചെയ്യുക. അപ്പം മഴയായിപ്പോയി. മദ്രസയൊക്കെ വിട്ട് കഴിയുമ്പോൾ നല്ല മഴയായി. എവിടെ പോന്നേ ഋഷാൻ? എവിടെ പോന്നേ? ഇതാ റെയിൻ കോട്ടെല്ലാം വാങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ മഴക്കത്ത് അവർ എൻജോയ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അടുത്ത ആളും കൂടി ഇറങ്ങി. ഇതിൻ്റെ മുഖം നോക്കട്ടെ, റസലിൻ്റെ മുഖം നോക്കട്ടെ. ഇതിനുള്ളിൽ ഒരാളുണ്ട്. അപ്പോൾ അടുത്ത ആളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയാണ് ഗൈസ്. ഓർ വരുന്നുണ്ട്. നല്ല ശക്തിയായ മഴ. എല്ലാരും പോക്കായ. അതിപ്പോ അവര് ഇറങ്ങിയിട്ടുള്ളൂ പുറത്തേക്ക്. വിട്ടുകൊടുക്ക് മോനെ, വിട്ടുകൊടുക്ക്. മുട്ടിയിട്ടുണ്ടാ? കോഴി മുട്ടിയിട്ടുണ്ടാ ഋഷാനെ? ഓക്കെ ഓക്കെ. ഇല്ല, നല്ല ഇടി വരുന്നുണ്ട്, നല്ല ഇടി അടിക്കുന്നുണ്ട്. ഇതാ ഈ പൂവൻ കോഴി എത്ര സമയം എന്ന് പറഞ്ഞാൽ മഴ കൊള്ളുന്ന പാവം. ഇതാ നനഞ്ഞിതാ ഇനി. ഇന്ന് മീനല്ല, ഇന്ന് മാങ്ങ വറക്കാനാവുന്നു. ആ മാങ്ങയല്ലോ ഓരോരോ മാങ്ങ എടുത്ത് പൂച്ചക്ക് കൊടുക്കും. പൂച്ചക്ക് പോയിക്കല്ലോ. നല്ല അടിപൊളി. ഇതാ നാട്ടുമാങ്ങിയാന്നേ അല്ലേ? നാട്ടുമാങ്ങിയ നല്ല മധുരമുള്ള. നല്ല മഴ പെയ്തു, നല്ല മഴ പെയ്തു. ഇടി പൊട്ടുന്നുണ്ട്, മിന്നലെറിയുന്നുണ്ട്. കോഴികളൊക്കെ വെയിറ്റ്. അത് അറവെല്ലാം വന്നിട്ടുണ്ടേ ഭക്ഷണത്തിന്. ഇത് വന്നപാട് കുറേ പൂച്ചെല്ലാം കുറവാ എന്നേ ഉള്ളൂ. ഇവരെല്ലാം മീന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അവർ കൊത്തും ചെയ്യും കേട്ടോ. മീനില്ല, എല്ലാവർക്കും മാങ്ങ. ഒരാൾ ഐസ്ക്രീം അടിച്ച് മാറ്റുന്നുണ്ട്. അടുത്ത ആള് എന്താ ചെയ്യുന്നത്? വണ്ടിയിനുള്ളിൽ കയറി പരിപാടിയൊന്നും. പോയി ഇവിടെ കലാപരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. പൂച്ചക്ക് കോഴിയും താറാവും പൂച്ചക്ക് കൊടുക്കാത്തതുകൊണ്ട് മത്സരിച്ച് കൊടുക്കാൻ വേണ്ടി പൂച്ചക്ക് ദൂരെ പോയി കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ മത്സരമാണ്. അവരെ കൊക്ക് മുറിഞ്ഞു പോറും. അതെ ഇവർ ഹൈജമ്പലം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവർ സർക്കസിലേക്ക് കൊണ്ടപ്പോണ്ടല്ല അത് നാവൂറിഞ്ഞു. ഇവർ സർക്കസിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. കാരണം എന്താ, ഇവരെല്ലാം പഠിച്ചു, ഹൈജമ്പ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ചേച്ചി പിടിക്കുന്നത് അവരെന്നെ എന്താ ചെയ്യലേ. നല്ല ഇടി കൂട്ടുന്നുണ്ട്. ദാദാ വന്നിട്ട് വിശേഷമാണ് കേട്ടാ. വിശേഷമാണ്. 2 ദിവസം കൊണ്ട് പ്രസവിക്കും മത്സരം. അവർ രണ്ടാളും സീക്രട്ടായിട്ട് പോയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അത് പോയപ്പോഴത്തേക്ക് പോകുന്നുണ്ട്. കുറേ പൂച്ചകൾ ഇനിയും വരാണ്ട്. പക്ഷെ മഴയായോണ്ടാന്ന് ആരും ഇവിടെ വന്നിട്ട് കാണുന്നില്ല. 2-3 ആളേ ഉള്ളൂ. കുഞ്ഞുങ്ങളെല്ലാം സ്റ്റാറായി അല്ലേ? നിങ്ങളോടെല്ലാം വാങ്ങിക്കുന്നത് സ്റ്റാറായി. അവർ സ്റ്റാറായി.
നമ്മൾ ഈ പിന്നെ ഇവരെ ചെറുതിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. താറാവ് ഇത് വിരിഞ്ഞ് ഇറങ്ങിയതാണ് ഇവിടുത്തെ താറാവ്. ഇത് ഈ പെണ്ണ് താറാവ് വിരിച്ചിറക്കിയ കുട്ടികളാണ് ഇത്. അപ്പം അവരെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കാണുക. അവരുടെ വിശേഷങ്ങളൊക്കെ കാണാൻ ചെറുതിലെയുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് എല്ലാവരും പോവുക, ദ്വാ ചെയ്യുക. പോയിട്ട് എല്ലാവരും ദ്വാ ചെയ്യും റിസൾട്ട് ഇരുന്നിട്ട്. ചോറ് മീൻ്റെ പണിക്ക് പോയിട്ട് ഇപ്പം വന്ന അമ്മ അപ്പം അവരെ മൃഗങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു. ചിലത് നിന്ന് ഐസ്ക്രീമാ അനക്കില്ല. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചാലോ ഞാൻ. ഇതാ നല്ല ചക്ക. എന്താ പറയുക ഇതിന്? ചക്ക എന്നല്ലാണ്ട് പിന്നെ പ്ലാവ് എന്നാ പറയുന്നത്. നമ്മൾ പറയും ചക്ക. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരാം.